ദുൽഖർ DQ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ തന്നെയാണ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത്. പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ്, പാൻ ഇന്ത്യൻ റീച്ച് ഉള്ളൊരു സ്റ്റാർ തന്നെയാണ്. പല ഭാഷകളിലായിട്ട് ഒരേ സമയത്ത് തെലുങ്കും തമിഴും മലയാളവും ഒക്കെ അഭിനയിക്കുന്നത്. എന്തായാലും കിങ് ഓഫ് കൊത്തയ്ക്ക് ശേഷം ഒരു നല്ല ഒരു ബ്രേക്ക് 2-3 വർഷത്തിന് ശേഷമാണ് അയാൻ ഗെയിം റിലീസിന് വരുന്നു ഓഗസ്റ്റ് 20-ന്. എന്തായാലും പലരും പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് പ്രൊമോഷൻ ഇല്ല. അതുകൊണ്ട് പ്രൊമോഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദുൽഖർ ശരിക്കും പ്രൊമോട്ട് ചെയ്ത ഒരാളാണ്. ഗംഭീരമായിട്ട് അതിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വരുന്നു എന്നാണ് പറഞ്ഞത്. ജൂലൈ 20-ന് ശേഷം ഇതിൻ്റെ പ്രൊമോഷൻ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അതല്ല ഇപ്പോഴത്തെ ബിഗ് ന്യൂസ്. നമ്മുടെ ജിത്തു മാധവൻ എന്ന് പറയുമ്പോൾ നമുക്ക് രോമാഞ്ചം, ആവേശം രണ്ടും സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകൾ. അതിനകത്ത് രോമാഞ്ചത്തിനകത്ത് വലിയ താരങ്ങളില്ലാതെ പോലും സൂപ്പർ ഹിറ്റുകളാക്കിയതാണ്. അടുത്തത് ആവേശം ഒരു രക്ഷയില്ലാത്ത സൂപ്പർ മെഗാ ഹിറ്റാണ്. അതിനുശേഷം ഇപ്പം അദ്ദേഹം ചെയ്യുന്ന സൂര്യ 47 ആണ്. എന്തായാലും മിനിമം ഗ്യാരണ്ടി ഉണ്ട് ആ പടത്തിന്. അതിനേക്കാട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്, എന്നെ ഞെട്ടിപ്പിച്ചത്, ബാലൻ സിനിമ കണ്ടവർക്ക് അറിയാം. ബാലൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് നമ്മുടെ ജിത്തു മാധവൻ. ഗംഭീര സ്ക്രിപ്റ്റിംഗ് ആണ്, ഗംഭീര സംവിധാനമാണ് ചിദംബരം, ഗംഭീര സ്ക്രിപ്റ്റിംഗ് ആണ്. അതൊരു ഓൾറൗണ്ട് പെർഫോമൻസ് ഉള്ള നല്ല കാലിബർ ഉള്ള സംവിധാനമാണ് ജിത്തു മാധവനും ദുൽഖറോട് ഒന്നിക്കുമെന്ന് പറയുമ്പോൾ അതിനകത്ത് സുഷീൻ ശ്യാം ബാക്ക്ഗ്രൗണ്ട് സ്കോറും അല്ലെങ്കിൽ ഗംഭീര ഷൈജു ഖാലിദിനെ പോലുള്ളവരൊക്കെ അതിൻ്റെ ടീമിലോട്ട് വരുമ്പോൾ എന്തായാലും ഒരു ഗംഭീര ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടൊരു പടം പ്രതീക്ഷിക്കാം. അതും നല്ല ഫസ്റ്റൽ മൂഡുള്ളൊരു പടം പ്രതീക്ഷിക്കാം. എന്തായാലും അടുത്ത വർഷം ഷൂട്ട് തുടങ്ങി അടുത്ത വർഷം തന്നെ റിലീസാകുന്ന സിനിമയായിരിക്കും. കാരണം ഇപ്പം ദുൽഖറിന് തമിഴും തെലുങ്കും പടത്തിൻ്റെ ഡേറ്റ്സ് ഒക്കെ ഒന്ന് തീർത്തിട്ട് അടുത്ത വർഷം ആദ്യം തന്നെ ചിലപ്പം അല്ലെങ്കിൽ ഈ വർഷം അവസാനം ചിലപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങാൻ ചാൻസ് ഉണ്ട്. അടുത്ത വർഷം എന്തായാലും കൺഫേംഡ് റിലീസാണ് ജിത്തു മാധവൻ DQ ചിത്രം.